വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ന്യായ് കി കുർസി എന്ന ഹിന്ദി ലെസനാണ്. ആ ലെസൻ്റെ 3ാമത്തെ പാർട്ടാണ് നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോകാം. ഉസി സമയ കിസിനെ രാജാ കൊബതായ. ആ സമയത്ത് ആരോ രാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലേക്കിൻ മഹാരാജ്, എന്നാലും മഹാരാജാവേ, യഹത്തോ റോജ്വാല ലട്ക നഹീം ഹേ. ഇത് മിക്കവാറും കാണുന്ന ആൺകുട്ടി അല്ല ഇവിടെ ഇരിക്കുന്നത്. യഹത്തോ റോജ്വാല ലട്ക നഹീം ഹേ, വഹ് ബീമാർ ഹോ ഗയാ ഹേ. അവൻ അസുഖമായിരിക്കുക. ഈ കാരണത്താൽ കോയി നയാഹി ലട്ക, ഏതോ ഒരു പുതിയ ആൺകുട്ടിയാണ് ടീലെ പർ ബൈട്ട ഹേ, ആ മൺതിട്ടയിൽ ഇരിക്കുന്നതേ ഒരു പുതിയ കുട്ടിയാണ്. യഹത്തോ ഔർ ഭി ആശ്ചര്യ കി ബാത്ത് ഹേ. ഇതാണെങ്കിലേ ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. ഹോ നഹോ, ആണേലും അല്ലേലും. രാജാവ് എന്താ പറഞ്ഞത്? ഇങ്ങനെ ആശ്ചര്യമാണേലും അല്ലേലും. പത്ഥർ കി ഇസ് കുർസി മേ ഹി കൊയി ചമത്കാർ ഹേ. ഈ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ സിംഹാസനത്തിന് എന്തോ അത്ഭുതമുണ്ട്, എന്തോ അത്ഭുത ശക്തിയുണ്ട്. മേ ഇസ്കി ജാഞ്ച് കരൂങ്ക. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കും. മേ ഇസ്കോ ജാഞ്ച് കരൂങ്ക. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതാണ്. രാജാവ് പറഞ്ഞത് ഞാൻ ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നതാണ്. രാജാക്ക് ഇഷാര പാത്തെ ഹി. രാജാവിൻ്റെ ആജ്ഞ കിട്ടിയ ഉടനെ തന്നെ ഉസ് സ്ഥാൻ പർ ഖോദ് കർ പത്ഥർ കോ ബാഹർ നികാല ഗയ. ആ സമയത്ത് തന്നെ അവിടെ അവർ ഈ സ്ഥാൻ പർ ഖോദ് കർ, ആ സ്ഥാനം കുഴിച്ചിട്ട് പത്ഥർ കോ ബാഹർ നികാല ഗയ, ആ കരിങ്കല്ല് പുറത്തെടുത്തു. രാജാക്കോ ദേഖാക്കി. രാജാവ് കണ്ടു. വഹ് പത്ഥർ നഹീം, അത് വെറും പാറയൊന്നുമല്ല. ബഹത്ത് ഹി സുന്ദർ സിംഹാസന, വളരെ സുന്ദരമായൊരു സിംഹാസനമായിരുന്നു. ഉസ് പർ, അതിന്മേൽ ബഹത്ത് ബാരിക് ഔർ ഖൂബ്സൂരത് മൂർത്തിയാം ഖുദി ഹുയി ഹേ. അതിന്മേലെ ബഹത്ത് ബാരിക്, വളരെ ഫൈനായിരിക്കുന്ന, ഔർ ഖൂബ്സൂരത്, വളരെ സുന്ദരമായ, മൂർത്തിയാം ബിംബങ്ങൾ, ഖുദി ഹുയി ഹേ. അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? അതിൽ വളരെ ഭംഗിയായിരിക്കുന്ന മൂർത്തികളെയൊക്കെ ബിംബങ്ങളെയൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ഉസ്കോ ചാരവും പായവും പാർ, അതിൻ്റെ 4 കാലുകളുണ്ട്. ആ 4 കാലുകൾ, പായോ മീൻസ് കാലുകൾ, കസരയുടെ കാലിനാണ് പായോ എന്ന് പറഞ്ഞാൽ, സിംഹാസനത്തിൻ്റെ കാലിൽ. ഇവിടെ സിംഹാസനമാണ്. സിംഹാസനത്തിൻ്റെ കാലുകൾ ചാർ ദേവദൂതോങ്കി മൂർത്തിയാം ബനി ഹുയി ഹേ. 4 ദേവദൂതന്മാരുടെ ബിംബങ്ങൾ കൊത്തിവെച്ചിരുന്നു. ചാരോ മൗർ ഖബർ ഫൈൽ ഗയി, എല്ലായിടത്തും വാർത്തയങ്ങ് പരന്നു. ഖബർ മീൻസ് വാർത്ത. ബാത്ത് ഹി ബാത്ത് മേ വഹാ മച്ചി ഖാസി ഫീഡ് ജമാ ഹോ ഗയി. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വളരെയധികം ആൾക്കാർ തടിച്ചുകൂടി. ഫീഡ് മീൻസ് തിരക്ക്. വിദ്വാൻ പണ്ഡിതവും നെ ബത്തായാക്കി. വിദ്വാൻമാരും പണ്ഡിതന്മാരുമായ ആൾക്കാർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞത്? യഹ് കോയി ഏസാ വൈസാ സിംഹാസൻ നഹിന്ദ. ഇത് അങ്ങനെ ഇങ്ങനെയുള്ള സിംഹാസനമൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ള സിംഹാസനമാണെന്ന് അവർ പറഞ്ഞത്? സദീയവും പുരാന, ഇത് വളരെ ശതാബ്ദങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിക്രമാദിത്യ രാജാവിൻ്റെ സിംഹാസനമായിരുന്നു. രാജാവായ വിക്രമാദിത്യൻ അപ്പോഴേ ന്യായ അവർ വിവേകലിയെ, തൻ്റെ ന്യായബുദ്ധിയിലും വിവേകത്തിലും വളരെ പ്രസിദ്ധനായിരുന്നു. രാജാനെ ആജ്ഞാദീക്കി, രാജാവ് ആജ്ഞാപിച്ചു. സിംഹാസൻ കോ ലേ ജാക്കർ, സിംഹാസനം എടുത്തുകൊണ്ട് രാജ് ദർബാർ മേ രഖ് ദിയാ ജായേ, രാജാവിൻ്റെ ദർബാറിൽ കൊണ്ടിടൂന്ന് പറഞ്ഞു. ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു, മേ ഇസ് പർ ബൈറ്റ് ഖാർ, ഞാൻ ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അപ്പനി പ്രജാക്കി ഫര്യാദ് സുനൂങ്ക, ഞാൻ ഈ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളുടെയൊക്കെ ആവലാതികൾ കേൾക്കാം. ഔർ ഉസ്ക ഫൈസല കരൂങ്ക, പിന്നീട് ഞാനതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കാം. അകലേ ദിൻ രാജാ ദർബാർമേ ആയ, അടുത്ത ദിവസം രാജാവ് ദർബാറിൽ വന്നു. ഔർ സീധേ, വളരെ സാവധാനം, ഉസ് സിംഹാസൻ കെ ആകെ ബെട, ആ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഉസ് പർ ബൈഠ്നെ ഹി വാലാധ, അതിലിരിക്കാൻ പോയതേ ഉള്ളൂ. കിസി കി ആവാസ് സുനായി ദി, അപ്പോൾ ഒരു സൗണ്ട് കേട്ടോ, ആരുടെയും ഒരു ശബ്ദം. ടഹരോ, നിൽക്കൂ. എന്ത് ശബ്ദമാണ് കേട്ടത്? ആരോ വിളിച്ചു വരുന്നു. ടഹരോ, നിൽക്കൂ. രാജാനെ രുഖ് കർ ചാരോ മോർദക്ക, രാജാവ് നിന്നിട്ട് ചുറ്റും നോക്കി. ആരാ പറഞ്ഞതെന്ന്? കോയി നസർ നഹീമായ, ആരെയും ദൃഷ്ടിപ്പെട്ടില്ല. വഹ്ഫർ സിംഹാസൻ കി ഓർ ബെഡ, പിന്നെ അദ്ദേഹം സിംഹാസനത്തിനടുക്കിലേക്ക് അല്പം ചെന്നു.
ഫിർ ഇസി പ്രകാർ ആവാസ് സുനായി. വീണ്ടും ഈ തരത്തിലുള്ള ആവാസ് ആയി, ഈ തരത്തിലുള്ള ശബ്ദം കേട്ടു. ടെഹരോ, നിൽക്കൂ. ഇസ് ബാർ രാജാനെ ആശ്ചര്യ സേ ദേഖ. ഈ സമയം അദ്ദേഹം ആശ്ചര്യത്തോടെ കണ്ടു. എന്താ കണ്ടത്? കി സിംഹാസൻ കെ ഏക് പായേ പർ, സിംഹാസനത്തിൻ്റെ ഒരു കാലിൽ ബനി മൂർത്തി ബോൾ രഹി ഹേ, ആ കാലിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൊത്തിവെച്ചിരിക്കുന്ന മൂർത്തി സംസാരിക്കുന്നു. മൂർത്തി മീൻസ് ബിംബം. അപ്പോൾ എന്താ സംഭവിച്ചത്? സിംഹാസനത്തിൻ്റെ കാലിൽ കൊത്തിവെച്ചിട്ടുള്ള ആ ബിംബം സംസാരിക്കുന്നതാണ് കണ്ടത്. ഈ ക്ലാസ്സിൻ്റെ 3-ാം ഭാഗം അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.